RSA പഠിച്ചു, എൽഗമാൽ പഠിച്ചു, പബ്ലിക് എല്ലാ സിമെട്രിക് ഇക്വിപ്രോസ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ അവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കീയുടെ സൈസ് വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതായത് ഇതേ സെക്യൂരിറ്റി തന്നെ വിത്ത് സ്മോൾ കീ, അങ്ങനെ ഒരു ടാർഗറ്റിന് വേണ്ടി റിസർച്ചേഴ്സ് വർക്ക് ചെയ്തപ്പോൾ അവർ ഐഡന്റിഫൈ ചെയ്തല്ല കണ്ടുപിടിച്ച ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവാണ് എലിപ്റ്റിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കീസ് ഉപയോഗിച്ച് തന്നെ സെയിം ലെവൽ ഓഫ് സെക്യൂരിറ്റി ആസ് ദാറ്റ് ഓഫ് RSA ആൻഡ് എൽഗമാൽ. അപ്പോൾ എലിപ്റ്റിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് എലിപ്റ്റിക് കർവ്സ്. നെക്സ്റ്റ് ഈസ് എലിപ്റ്റിക് കർവ് ഓവർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ എലിപ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എലിപ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഒന്നുമില്ല. ദേ ആർ ക്യൂബിക് ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത് എലിപ്റ്റിക് കർവിൻ്റെ. ക്യൂബിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഡിഗ്രി നമുക്കറിയാം ഇവിടെ എക്സിൻ്റെ ഡിഗ്രി 3 ആണ്. 2 വേരിയബിൾസ് എക്സും വൈയും ആണ് ഇക്വേഷനകത്ത് കാണുന്നത്. ഇനി എലിപ്റ്റിക് കർവ് ഓവർ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ B1 B2ൻ്റെ ടേമില്ല, A1ൻ്റെ ടേമും ഇല്ല. അപ്പോൾ y² = x³ + ax + b. അപ്പോൾ ഈ ഫോമിലുള്ള ഇക്വേഷനാണ് എലിപ്റ്റിക് കർവ് ഓവർ റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് A ഉണ്ട്, B ഉണ്ട്. 4a³ + 27b² വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ≠0 എന്ന് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ്. ഇനി ≠0 അല്ല എന്നുണ്ടെങ്കിൽ അതിനെ സിംഗുലാർ എലിപ്റ്റിക് കർവ് എന്ന് പറയും. ഇനി നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ് ആണെങ്കിൽ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷൻ എടുക്കുക, അതായത് x³ + ax + b = 0. ഈ ഇക്വേഷന് 3 ഡിസ്റ്റിങ് റൂട്ട്സ് നമുക്ക് കിട്ടും ഇൻ ദ കേസ് ഓഫ് നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ്. ഇനി സിംഗുലാർ എലിപ്റ്റിക് കർവ് ആണെങ്കിൽ ഇതേ ഇക്വേഷന് തന്നെ നമുക്ക് 3 ഡിസ്റ്റിങ് റൂട്ട്സ് കിട്ടുകയില്ല. ഇനിയിപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ പവർ 3യും വൈയുടെ പവർ 2, ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിഗ്രി 2, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിഗ്രി 3. ഇനിയിപ്പോൾ ഈ കർവിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ആ കർവിൽ 3 പോയിന്റിൽ ടച്ച് ചെയ്യും. ഇനി വെർട്ടിക്കലി നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് 2 പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യാം. ഈ ഫിഗറിൽ കാണുന്നത് 2 എലിപ്റ്റിക് കർവ്സ് ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ ഇക്വേഷൻ y² = x³ - 4x ഇതാണ് ഈ കാണുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞ 4a³ + 27b² വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് നോൺ സീറോ കിട്ടും. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ്. ഇതും അതുപോലെ തന്നെ നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ് ആണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ് ആണെങ്കിൽ ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷൻ എടുത്ത് =0 ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 3 ഡിസ്റ്റിങ് റൂട്ട്സ്. അപ്പോൾ x³ - 4x = 0. അതായത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ എക്സിന് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ 0 - 0 ദാറ്റ് ഇസ് സാറ്റിസ്ഫൈഡ്. ഇനി എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ 2³ എന്ന് പറയുമ്പോൾ 8 വരും. 8 - 4 × 2 8 വരും. സോ 8 - 8 = 0. അപ്പോൾ 2നും സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ എക്സിന് -2 കൊടുക്കുകയാണെങ്കിൽ -2³ എന്ന് പറയുമ്പോൾ നമുക്ക് -8 കിട്ടും. -8 - 4 × -2 ദാറ്റ് ഈസ് -8 + 8. അവിടെ നമുക്ക് 0 കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ =0 കൊടുത്ത് സോൾവ് ചെയ്ത് കഴിയുമ്പം എക്സിന് കിട്ടുന്ന 3 വാല്യൂസ്, ഒന്ന് 0, രണ്ടാമത് 2, പിന്നെ -2. അതാണ് ഈ കർവിൽ 3 പോയിന്റ്സ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഡിസ്റ്റിങ് റൂട്ട്സ് ഉണ്ട് എന്ന് മാത്രമല്ല 3ഉം റിയൽ റൂട്ട്സും ആണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y² = x³ - 1. ഇതും നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ് ആണ്. ബിക്കോസ് 4a³ + 27b² = 0, ≠0 ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഇക്വേഷന്റെ കേസിൽ a എന്ന് പറഞ്ഞ ടേം 0 ആണ്, b എന്ന് പറയുന്നതാണ് -1. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ≠0 വാല്യൂ കിട്ടും. ഇനി നോൺ സിംഗുലാർ എലിപ്റ്റിക് കർവ് ആയതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് പോർഷൻ =0 ഇട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ എക്സിന് നമുക്ക് 3 ഡിസ്റ്റിങ് റൂട്ട്സ് കിട്ടണം. സോ x³ - 1 = 0. നമുക്ക് അതിനറിയാൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എക്സിന് നമുക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നോർമലി കിട്ടുക. 1 - 1³ - 1 = 0. അപ്പോൾ അതുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞ പോയിന്റ് കൂടി ഈ കർവ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു റിയൽ റൂട്ട് മാത്രമേ ഈ ഒരു എലിപ്റ്റിക് കർവിനുള്ളൂ. ബാക്കിയുള്ളത് രണ്ടും ഇമാജിനറി റൂട്ട്സ് ആണ്. അപ്പോൾ 2 കേസിലും 3 ഡിസ്റ്റിങ് റൂട്ട്സ് ഉണ്ട്. ഇവിടെ 3ഉം റിയൽ ആയിരുന്നു, ഇവിടെ 1 റിയലും 2 ഇമാജിനറി. നെക്സ്റ്റ് നമ്മൾ എലിപ്റ്റിക് കർവിലെ പോയിന്റ്സ് യൂസ് ചെയ്ത് ഒരു അബേലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രൂപ്പിനകത്ത് ബേസിക്കലി 2 എലമെന്റ്സാണ് വരിക. ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, ഈ സെറ്റിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് രണ്ടാമത്തെ കമ്പോണന്റ്. ഇനി ഈ ഓപ്പറേഷൻസ് നമ്മൾ 5 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയാനും പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്റ്റിക് കർവിലുള്ള പോയിന്റ്സ് ആണ്. ഈ ഓരോ പോയിന്റും ഈ ഒരു ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. എ പെയർ ഓഫ് വാല്യൂസ് x1 ഉം y1 ഉം കറസ്പോണ്ട് ഓരോ പോയിന്റ് കർവിലെ ഓരോ പോയിന്റ്സിന്റെ x കോർഡിനേറ്റ് ആൻഡ് y കോർഡിനേറ്റ്. അപ്പോൾ ആ പോയിന്റ്സ് ആ കർവിലുള്ളതാണെങ്കിൽ ആ കർവിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സെറ്റ് ഇ ഫോർ ദ എലിപ്റ്റിക് കർവ് y² = x³ - 4x. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ എലിപ്റ്റിക് കർവ് ആണ്. y² = x³ - 4x.
അപ്പോൾ ഈ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ കർവിലുള്ള പോയിന്റ്സ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഓരോന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവും എക്സ് വൈ ആ ഫോമില പോവുക. നമ്മളതിന് 3 ഡിസ്റ്റിങ് റൂട്ട്സ് എന്നാണ് പറഞ്ഞത്. ഒന്ന് 2, ഒന്ന് 0, പിന്നെ ഒന്ന് -2. അപ്പോൾ ഈ 3 കേസിലും നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് വൈയുടെ വാല്യൂം 0 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് y 3ലും 0. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ കർവിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ്. എലിപ്റ്റിക് കർവിലുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ. അതാണ് നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ അബേലിയൻ ഗ്രൂപ്പിലെ കമ്മ്യൂട്ടേറ്റ് ഗ്രൂപ്പിൽ യൂസ് ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഓരോ പോയിന്റും ഒരു പെയർ ആയിരിക്കും, ഒരു XY പെയർ വാല്യൂ. ഇനി സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്ന ഓപ്പറേഷൻ. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ എലിപ്റ്റിക് കർവിലെ പോയിന്റ്സിൽ നമുക്ക് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അഡീഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കർവിലെ 2 പോയിന്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കർവിലെ തന്നെ മൂന്നാമതൊരു പോയിന്റ് നമുക്ക് കിട്ടണം. സോ R ഈക്വൽ ടു P + Q. P എന്ന് പറഞ്ഞാൽ x1 y1, Q എന്ന് പറഞ്ഞാൽ x2 y2. ഇത് രണ്ടും കർവിലുള്ള 2 പോയിന്റ്സ് ആണ്. ഇതിന്റെ അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R. ഇറ്റ്സ് അനദർ പോയിന്റ് x3 y3 ഓൺ ദ സെയിം കർവ്. അപ്പോൾ ഈ അഡീഷന്റെ 3 കേസുകളാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് കേസ് 2 പോയിന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് P ഇവിടെ ഉണ്ട്, Q ഇവിടെ ഉണ്ട്. സോ പിയുടെ കോർഡിനേറ്റ്സ് x1 y1, Q എന്ന് പറഞ്ഞാൽ x2 y2. രണ്ട് ഡിഫറെന്റ് XY കോർഡിനേറ്റ്സ് ഉള്ള 2 പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ പിയും ക്യൂ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് P + Q ചെയ്ത് R എന്ന് പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ് നമ്മളുടെ കർവിൽ കണ്ടുപിടിക്കണം. നമ്മളിവിടെ ചെയ്യേണ്ട പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പിയും ക്യൂവും കടന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കർവിലെ മൂന്നാമതൊരു പോയിന്റ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. സോ എ ലൈൻ കണക്ടിങ് P ആൻഡ് Q ഇന്റർസെപ്റ്റ്സ് ദ കർവ് അറ്റ് ദ പോയിന്റ് -R. അപ്പോൾ ഇതുവഴി നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ ഈ കർവിൽ ഈ ഒരു പോർഷനിൽ അത് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ പോയിന്റിൽ ടച്ച് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് -R. -R എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞ പോയിന്റിന് എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ അതിന്റെ റിഫ്ലക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ആണ് -R എന്ന് പറഞ്ഞത്. അപ്പോൾ പിയും ക്യൂവും ടച്ച് ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. അത് കർവിൽ ടച്ച് ചെയ്ത പോയിന്റ് ആണ് -R. -Rന്റെ റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ക്യാപിറ്റൽ R. അപ്പോൾ ഇതാണ് P + Q എന്ന് പറഞ്ഞ പോയിന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട കർവിലെ പോയിന്റ് എന്ന് പറഞ്ഞത് R ആണ്. ഇനി ഈ ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ x1 y1 നമുക്കറിയാം, x2 y2 അറിയാം. നമുക്ക് അതിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ലാംഡ y2 - y1 ബൈ x2 - x1. y ഡിഫറൻസ് ബൈ x ഡിഫറൻസ്. ഇനി ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് x3 y3, അതായത് ആറിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് താഴെ കാണിച്ചിട്ടുള്ളത്. x3 എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ മൈനസ് x1 - x2. y3 എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു x1 - x3 മൈനസ് y1. ഈ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക എന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ലാംഡ നിങ്ങൾക്ക് എഴുതാം, x3 y3 എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള 3 കേസിലും ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷൻ വഴി നമുക്ക് R എന്ന് പറഞ്ഞ പോയിന്റ് കോർഡിനേറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ പിയും ക്യൂവും 2 ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ് പോയിന്റ്സ് ആവുന്ന സിറ്റുവേഷൻ. ഈ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ഓവർലാപ്പ് ചെയ്യുക. നേരത്തെ കേസിൽ P + Q ആയിരുന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റും ദാറ്റ് ഈസ് സെയിം എസ് ദാറ്റ് ഓഫ് P. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും P തന്നെയാവുന്ന സിറ്റുവേഷനിൽ, ആ 2 പോയിന്റുകൾ ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് തേർഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അവിടെയും നമ്മുടെ സിനാറിയോ സെയിം തന്നെ. അപ്പോൾ ഈ Pയിൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നത്, ഒരു ലൈൻ ഇന്റർസെപ്റ്റ് ചെയ്ത് വരയ്ക്കുന്നത്, ആ ലൈൻ നമ്മുടെ എലിപ്റ്റിക് കർവിൽ നെക്സ്റ്റ് ചെയ്ത് പോയിന്റ് ടച്ച് ചെയ്യുന്നത് ദാറ്റ് ഈസ് -R. -Rന്റെ റിഫ്ലക്ഷൻ ആണ് R. ബാക്കിയൊക്കെ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനിയിപ്പോൾ ഇവിടെ ഇതേ പ്രോസസ്സ് തന്നെ ഉപയോഗിക്കുക. ഫസ്റ്റ് നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. അവിടെ ഇക്വേഷൻ ഡിഫറെന്റ് ആണ്, ബിക്കോസ് നമ്മളിൽ ഒരു പോയിന്റേ ഉള്ളൂ. സോ 3x1² + a/2y1. ഇനി x1 y1 എന്ന് പറഞ്ഞാൽ ഈ പിയുടെ കോർഡിനേറ്റ് ആണ്. ഇനി a എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്റ്റിക് കർവ് ഇക്വേഷനിലുള്ളതാണ്. എലിപ്റ്റിക് കർവ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് ഈ a ആണ് നമ്മൾ പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്നത്. x3 + ax + b. അതിൽ ഈ എയുടെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് a എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ്, രണ്ടാമത് ഉപയോഗിക്കുന്നത് x3യുടെയും y3യുടെയും വാല്യൂ. ആദ്യം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇപ്പോൾ രണ്ടും ഒരു പോയിന്റ് ഉപയോഗിച്ച് തന്നെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നുള്ളതുകൊണ്ടാണ് ഇക്വേഷൻ ഡിഫറൻസ് ആയത്. നെക്സ്റ്റ് ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ അതിന് x3യുടെയും y3യുടെയും വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. ലാംഡ സ്ക്വയർ - x1 - x2. y3യുടെ കേസിൽ ലാംഡ ഇൻറ്റു x1 - x3 മൈനസ് y1. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഡ സ്ക്വയർ - x1 - x2. ഇവിടെയും ലാംഡ സ്ക്വയർ - x1 - x2. ഇനി ലാംഡ ഇൻറ്റു x1 - x3 മൈനസ് y1. ലാംഡ ഇൻറ്റു x1 - x3 മൈനസ് y1. അപ്പോൾ രണ്ട് കേസിലും, ഈ പറഞ്ഞ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും x3 y3 ഇക്വേഷൻസ് സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് നമ്മളുടെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് കേസിലാണെങ്കിൽ ഒരു പോയിന്റ് മാത്രം ഉപയോഗിച്ച് നമ്മൾ സ്ലോപ്പ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷനിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് കേസ്. ഇതിൻ്റെ തേർഡ് കേസ് ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞാൽ 2 പോയിന്റും അഡ്ഡീവ് ഇൻവേഴ്സുകളായിട്ട് വരും സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ P, രണ്ടാമത്തെ പോയിന്റ് -P.
അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ പോയിന്റാണ് ഈ മൈനസ് പി എന്ന് പറഞ്ഞത്. മൈനസ് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സിന് ചേഞ്ച് ഒന്നുമില്ല, വൈയുടെ വാല്യൂ എന്തായി മൈനസ് വൈ. സോ പിയുടെ വാല്യൂ x1/1 ആണെങ്കിൽ മൈനസ് പി അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x1 മൈനസ് y1. ഇനി ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ കർവിൽ വേറെ എവിടെ ഇന്റർസെപ്റ്റ് ചെയ്യില്ല. ഇനി ഇവിടെ മാത്തമാറ്റീഷ്യൻസ് പറയുന്നത് വെച്ചാൽ ഇത് ഇന്റർസെപ്റ്റ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 പോയിന്റ് അല്ലെ ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 0 പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 5 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും ബേസിക് ആയുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്ലോഷർ. ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെറ്റിലെ 2 എലമെന്റ്സ് എടുത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടും അതേ സെറ്റിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് R = P + Q ആണ്. എന്നുവെച്ചാൽ P എന്ന് പറഞ്ഞാൽ കർവിലുള്ള പോയിന്റ് ആണ്, അപ്പോൾ ആ സെറ്റിലുണ്ട്. Q എന്ന് പറഞ്ഞതും ആ കർവിലെ തന്നെ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ സെറ്റ്. ഇത് രണ്ടും എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് R, ദാറ്റ് ഈസ് x3/3. അതും അതേ കർവിലെ തന്നെ പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ മെമ്പർ ഓഫ് ദ സെറ്റ്. അപ്പോൾ അതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി നമുക്കറിയാം P + Q ചെയ്തു ദെൻ +R ചെയ്യുന്നു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു P + Q + R. ഈ P, Q, R എല്ലാം നമ്മുടെ ഇലക്ട്രിക് കർവിലെ പോയിന്റ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ചാൽ P + Q ചെയ്താൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു Q + P. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ തേർഡ് കേസ് പറഞ്ഞപ്പം പിയും മൈനസ് പിയും നമ്മൾ റിഫ്ലക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് 2 പോയിന്റ്സ് ആയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി പോയിന്റ് അല്ലെങ്കിൽ 0 പോയിന്റ്. അപ്പോൾ ഈ 0 പോയിന്റ് ആണ് നമ്മളുടെ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏതൊരു പോയിന്റും ഈ 0 എലമെന്റുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ എലമെന്റ് തന്നെ കിട്ടണം. സോ P + 0 = 0 + P = P. ഒന്നുകിൽ 0 അല്ലെങ്കിൽ O എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. നമ്മുടെ കർവിലെ ഓരോ പോയിന്റും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ്. അപ്പോൾ പിയുടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ -P. അപ്പോൾ P x1/1 ആണെങ്കിൽ x1 അങ്ങനെ തന്നെയുണ്ട്, വൈയുടെ വാല്യൂ -i. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ്. സോ പിയും ക്യൂവും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ പോയിന്റ് ഓഫ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 പോയിന്റ്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സെൽഫ്. ഇത്രയാണ് എലിപ്റ്റിക് കർവ് ഓവർ റിയൽ നമ്പേഴ്സ്. താങ്ക് യു.